ന്യൂസ് 10 സാധ്യം പോകുന്നത് പാലക്കാടിന് മാത്രമല്ല കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ ശിക്ഷാവിധി ഇന്ന് ഉണ്ടാകും എന്ന വാർത്തയിലേക്കാണ്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ നിർണായകമായ കേസിൽ വിധി പറയാൻ പോകുന്നത്. 4 മാസം നീണ്ട വിചാരണ നടപടികൾക്ക് ശേഷമാണ് കേസിൽ അന്തിമവാദം പൂർത്തിയാക്കി പ്രതി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കണ്ടെത്താൻ പോകുന്നത്. 82 സാക്ഷികളെയാണ് ഈ കേസിൽ വിസ്തരിച്ചത്. ഇതിൽ 46 പേരുടെ മൊഴി പ്രതിയെ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു. എന്നാൽ തനിക്കെതിരെയുള്ള തെളിവുകളെല്ലാം പ്രതി ചെന്താമര നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2025 ജനുവരി 27 നെന്മാറ പോത്തുണ്ടി സ്വദേശി സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും പ്രതി ചെന്താമര വീട്ടിൽ എത്തി വെട്ടിക്കൊലപ്പെടുത്തിയത്. നേരത്തെ ഈ കൊല ചെയ്യപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസിന്റെ വിചാരണയ്ക്കിടെ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്തായിരുന്നു ഇരട്ട കൊലപാതകം കൂടി ചെന്താമര നടത്തിയത് എന്നതായിരുന്നു ഈ കേസിന്റെ ഞെട്ടിക്കുന്ന വസ്തുത. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദ് ആണ് ആദ്യം ചേരുന്നത്. അനുമോദ്, കേരളം ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയായിരുന്നു. ഒരു കുടുംബത്തെ ഇല്ലാതാക്കാൻ ചെന്താമര ശ്രമിച്ചു എന്നുള്ളതായിരുന്നു. ആ കേസിൽ ആണ്, അതായത് രണ്ടാമത്തെ കേസിൽ ഇരട്ട കൊലപാതകത്തിലാണ് ഇന്ന് വിധി പറയാൻ പോകുന്നത്. എപ്പോഴാണ് കോടതി നടപടികൾ ആരംഭിക്കുക? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, കേരളം കണ്ടതിൽ വെച്ച് രക്തം മരവിക്കുന്ന ഒരു ക്രൂരത നടന്ന കേസിലാണ് ഇപ്പോൾ ഇന്ന് വിധി വരാൻ പോകുന്നത്. അല്പസമയത്തിനകം 11 മണിയോടെ തന്നെ ആ കേസ് ആദ്യം കോടതി പരിഗണിക്കുമെന്നാണ് അറിയാനാകുന്നത്. ചെന്താമര കുറ്റക്കാരനാണോ അല്ലയോ എന്നായിരിക്കും ആദ്യം പറയുക. അതിനുശേഷം ശിക്ഷാവിധി ഇന്നുണ്ടാകുമോ അതോ വീണ്ടും വാദപ്രതിവാദങ്ങൾക്ക് ശേഷം മറ്റൊരു ദിവസമാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരാനുണ്ട്. ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകില്ല എന്ന സൂചനകളാണ് നമുക്ക് കോടതിയുടെ ഭാഗത്തുനിന്നും അറിയാൻ കഴിയുന്നത്. പക്ഷേ എന്താണെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഇയാൾ ഈ ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ കോടതിയുടെ വിധി ഉണ്ടാകുന്നുള്ളൂ. നമുക്കറിയാം ഈ കേസിന്റെ ഒരു ചരിത്രം, അത് ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. തന്റെ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് തന്റെ ഭാര്യ തന്നെ വിട്ടുപോയതിന് കാരണം അടുത്ത വീട്ടുകാരാണെന്ന ധാരണയുടെ പുറത്ത് ഒരു ആൾ 3 പേരെ വെട്ടിക്കൊല്ലുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ക്രൂരത. 2019 ഈ ഒരു അടുത്ത വീട്ടിലെ സജിത എന്ന സ്ത്രീയെ കൊന്ന കേസിൽ ജാമ്യത്തിലിറങ്ങി പുറത്തിറങ്ങി ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് വീണ്ടും വീട്ടിൽ തിരിച്ചെത്തി ആ സ്ത്രീയുടെ ഭർത്താവായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയാണ് പട്ടാപ്പകൽ. അതിനുശേഷം ഇയാൾ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുന്നു. ജനുവരി 27 കൊലപാതകം. 2025 ജനുവരി 29 ഇയാളെ പിടികൂടുന്നത്. തുടർന്ന് അതിവേഗത്തിൽ കോടതിയുടെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകുന്നു. ഇതിനിടെ ആദ്യത്തെ കേസിൽ 2019 ഓഗസ്റ്റ് 31 നടന്ന സജിത കൊലക്കേസിലെ വിധി വരുന്നു. അതിൽ ഇരട്ട ജീവപര്യന്തം പ്രതിക്ക് നൽകുന്നു. തുടർന്ന് ഇതിലെ വിസ്താരം പൂർത്തിയാക്കി സാക്ഷി വിസ്താരവും മറ്റും കഴിഞ്ഞ് ഇപ്പോഴിതാ വിധി പറയുന്നതിലേക്ക് എത്തുകയാണ്. പ്രധാനമായിട്ടും ഉള്ള കാര്യം, ഈ പ്രതിക്ക് ഒരു കുറ്റബോധവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ നടന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു കുറ്റബോധവുമില്ലാതെയാണ് പ്രതി എല്ലായിടത്തും സംസാരിക്കുന്നതും. ഇനിയും ചിലരെ കൂടി കൊല്ലാനുണ്ട് എന്ന ഭീഷണി പോലും പ്രതി പലപ്പോഴും മുഴക്കുന്നു എന്ന കാര്യവും. അതായത് ഇയാൾ സമൂഹത്തിനും ഈ നാടിനും ഒക്കെ തന്നെ വലിയ ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരാളാണെന്ന് ഇതിനകം തന്നെ വ്യക്തമായതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നെന്മാറയിൽ പോയപ്പോൾ, അതായത് ഈ പ്രതി ഈ കേസ് മാറ്റിവെച്ച ദിവസം, ആ നാട്ടുകാർക്കും ആ പ്രദേശവാസികൾക്കൊക്കെ ഇയാളൊരു വലിയൊരു ഭീഷണിയാണ്. ഇയാളെ പേടിച്ച് സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കാൻ കഴിയില്ല എന്നാണ് പലരും പറയുന്നത്. മാത്രമല്ല ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയായ പുഷ്പ എന്ന സ്ത്രീ ഈ നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് താമസം വരെ മാറിയത് ഈ ഒരു പ്രതിയെ പേടിച്ചാണ്, ഈ ചെന്താമരയെ പേടിച്ചാണ്. അങ്ങനെ വീടിനും നാടിനും ഒക്കെ ഒരേപോലെ പേടി സ്വപ്നവും ഭീതിയും വിതയ്ക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ ചെന്താമരയുടേതെന്ന് ഇതിനകം തന്നെ പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ ധരിപ്പിച്ചിട്ടുണ്ട്. കോടതിയിൽ വേണ്ടത് സാക്ഷി മൊഴികളും അതേപോലെ തന്നെ തെളിവുകളുമാണ് എന്ന് നമുക്കറിയാം. തീർച്ചയായും അവിടെയാണ് അനുമോദ് പറയുന്നത് പോലെ തന്നെ ഏറ്റവും ഉയർന്ന ശിക്ഷ ലഭിക്കുക എന്ന ഒരു ആവശ്യത്തോടു കൂടിയുള്ള വാദം അതായിരുന്നു പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നാണ് സുധാകരന്റെ മകൾ അഖിലയും ന്യൂസ് 18 പ്രതികരിച്ചത്. നമുക്ക് അഖിലയുടെയും അതോടൊപ്പം തന്നെ നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ അതിശക്തമായ വാദങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. നമുക്ക് അവരുടെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം.
അയാൾക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടണം. അമ്മൻ്റെ കേസിൽ അയാൾക്ക് ശിക്ഷ കിട്ടിയത് ഓക്കെയാണ്, അതേപോലെ ഇതിലും ഇതാക്കണം. ഇനി അയാൾക്ക് പരോള് കിട്ടണ്ട എന്നാണ് നമ്മൾ ഇതാക്കണം. ഇനിയും അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ജീവൻ പോകും. ഇപ്പോൾ എൻ്റെ ആയാലും ചേച്ചിൻ്റെ ആയാലും പോത്തുണ്ടിത്തെ ആരുടെ ആണെങ്കിലും ജീവൻ എന്തായാലും പോകും. അപ്പോൾ അയാൾക്ക് പരോള് കിട്ടണ്ട എന്നാണ് നമ്മൾ ഇതാക്കുന്നത്. അയാൾ ഇറങ്ങിയാലും ഒരാളുടെ ജീവൻ പോകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെളിയിൽ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ അയാളെ പോലെയുള്ള മുഖസാദൃശ്യമൊക്കെ ഉള്ളവരെ കണ്ടാൽ നമുക്ക് ടെൻഷനാണ്. അയാൾ ഇനി എങ്ങാനും ചാടിയോ എന്നുള്ളത് അപ്പോൾ നല്ല ടെൻഷനൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ കൂറുമാറ്റം വലിയ കോടതി ഈ കേസിൽ വലിയ പ്രാധാന്യം ഇല്ലാത്തതാണ്. കാരണം ഒരു മൊബൈൽ സീസിങ് അങ്ങനെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ വലിയ പിന്നെ ഒരു ദൃക്സാക്ഷി പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അയാളും കൂറുമാറിയതാണ്. അയാൾ കൂറുമാറിയാലും കോടതിക്ക് മനസ്സിലാക്കാൻ പറ്റിയ രീതിക്ക് നമ്മൾ വരുത്തിയിട്ടുണ്ട്. അതായത് ഈ സംഭവം കാണാൻ എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളത് നമ്മൾ വരുത്തിയിട്ടുണ്ട്. ആൾറെഡി ഒരു കേസിൽ അതിൽ കൊലപാതകം നടത്തി ജാമ്യത്തിൽ വന്ന് ഇറങ്ങി അതേ കുടുംബത്തിലുള്ള 2 ആൾക്കാരാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ശിക്ഷ കൊടുക്കുമെന്നാണ് പ്രോസിക്യൂഷൻ്റെ പ്രതീക്ഷ. യെസ്, ആ കുടുംബത്തിന്റെ ആശങ്ക, അതായത് എപ്പോഴെങ്കിലും ഈ പ്രതി പരോളിലിറങ്ങിയാൽ ഇനി കൊല ചെയ്യപ്പെട്ടേക്കാമെന്ന ആശങ്കയാണ് മകളായിട്ടുള്ള അഖില നമ്മളോട് പങ്കുവച്ചത്. ഒപ്പം ഈ കൂറുമാറിയവർ പോലും ഭയന്നിട്ടാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം. എന്തായാലും പ്രതി ചെന്താമര ഇതെല്ലാം നിഷേധിക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. അനുമോദ്, തീർച്ചയായും പ്രതിയെ സംബന്ധിച്ച് ഒരു കുറ്റബോധവുമില്ല, ഒന്നും അയാൾ സമ്മതിക്കുന്നുമില്ല. അയാൾ നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാനാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ അഖിലയുടെ വാക്കുകളിലെ ഭീതിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അനുഭവിക്കാനാകുന്നത്. ആ കുട്ടിക്കും ആ കുട്ടിയുടെ ചേച്ചിക്കും പുറത്ത് പോകുമ്പോൾ പോലും ഈ ചെന്താമരയെ പോലെ ഒരാൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള പേടിയാണ് അവരെ പിന്തുടരുന്നത്. അതായത് ഈ പ്രതി ജയിലിൽ നിന്ന് പുറത്തു ചാടി ഇവരെ ജീവൻ എടുക്കുമോ എന്ന ഭയം, അത് ഇവരെ സംബന്ധിച്ച് വല്ലാതെ പിന്തുടരുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദത്തിലേക്ക് നയിക്കുന്നത്. ഇയാൾ നാടിനും വീടിനും മറ്റുള്ളവർക്കും ഒക്കെ ഒരു പേടി സ്വപ്നമാണ്, ഭീഷണിയാണ്. ജനജീവിതങ്ങൾക്കും സാധാരണക്കാർക്കും ഒക്കെ അവർക്ക് ഭീഷണിയാവുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല അയാളുടെ ചരിത്രം, കേസ് ഹിസ്റ്ററിയും അയാളുടെ വ്യക്തിജീവിതവും ഒക്കെ അത്തരത്തിൽ പേടിപ്പെടുത്തുന്നതാണ് ആരെയും. ആ നാട്ടിലൊന്നും ഒരാൾക്ക് പോലും ഇയാളുണ്ടെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്. കാരണം അയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കൊല്ലുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് നാട്ടുകാരൊക്കെ അവിടെ ജീവിക്കുക എന്ന ചോദ്യമാണ് നമ്മളോടൊക്കെ ഉന്നയിച്ചിരുന്നത്. കോടതിക്ക് മുമ്പിലേക്ക് വരുമ്പോൾ നേരത്തെ പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ 4 പേരുടെ ഒരു വാദം, അതായത് അവർ കൂറുമാറിയിട്ടുണ്ട്. അത് ഈ കേസിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് പ്രധാനമായിട്ടും അറിയേണ്ടത്. 3 പേർ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് കോടതിക്ക് മുമ്പാകെ പറഞ്ഞത്, മൊബൈൽ കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ മറ്റൊരു പ്രതി ദൃക്സാക്ഷിയാണെന്ന് നേരത്തെ മൊഴി നൽകിയാൽ വീണ്ടും കൂറുമാറിയതാണ് ഇവിടെ ഒരു 4ാമത് ഒരു പ്രശ്നമായിട്ടുള്ളത്. പക്ഷേ അത് കോടതിക്ക് മുമ്പാകെ ബോധിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്നത്. എന്ന് തന്നെയാണെങ്കിലും ഈ 4 പേർ മൊഴി മാറ്റിയത് കേസിനെ എങ്ങനെയെങ്കിലും ബാധിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. മറ്റെല്ലാ തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും മൊഴികളും ഒക്കെ ആ പ്രതിക്ക് എതിരാണ്. ഇയാൾ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം കണ്ടെടുത്തിട്ടുണ്ട്, അത് ഉണ്ടാക്കിയ സ്ഥലത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ നിന്ന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഈ ആയുധത്തിൽ ആ കൊടുവാളിൽ കൊല്ലപ്പെട്ടവരുടെ DNA കണ്ടെടുത്തിട്ടുണ്ട്, ആ കൊടുവാളിൽ ഇയാളുടെ വിരലടയാളം കണ്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട എല്ലാം ചെന്താമരയ്ക്കെതിരെ ചേർത്ത് വെക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട കൊലപാതകമല്ല, ഇതൊരു കണ്ടിന്യൂറ്റി ഉള്ളതാണ്, തുടർച്ചയാണ് എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ഇതേ കോടതിയിലെ ഇതേ ജഡ്ജി തന്നെയാണ് മറ്റ് സജിത വധക്കേസിലെ വിധിയും പ്രസ്താവിച്ചത്. അതുകൊണ്ട് തന്നെ ആ പഴയ കേസിന്റെ ഹിസ്റ്ററി കൂടി ഒരുപക്ഷെ ഈ കേസിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ കരുതുന്നുണ്ട്. അതായത് സജിത വധക്കേസിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ ഇരട്ടക്കൊലപാതക കേസുമെന്നും കോടതിക്ക് മുമ്പാകെ പ്രോസിക്യൂഷനെ തെളിയിക്കാൻ സാധിക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെ അവകാശവാദം. മാത്രമല്ല ഇയാൾ ഉയർത്തുന്ന ഭീഷണി ജീവിച്ചിരിക്കുന്ന ആ കുടുംബത്തിലെ 2 പെൺകുട്ടികൾക്കും അതേപോലെ അവിടെ ഉണ്ടായിരുന്ന പുഷ്പ എന്ന അയൽവാസിക്കുമെതിരെയുണ്ട്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുടെ ജീവനെ കൂടി വില കൽപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഈ പ്രതിക്ക് നൽകാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആദ്യത്തെ മണിക്കൂറിൽ ഇന്ന് ഈ ഒരു കേസിലെ വിധി വരുമ്പോൾ പ്രതി കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതായിരിക്കും കോടതി പ്രസ്താവിക്കുക. അതിനുശേഷമാകും ഇയാൾക്കുള്ള ശിക്ഷ എന്താണെന്ന കാര്യത്തിലേക്കുള്ള വാദപ്രതിവാദം നടക്കും. ഒരുപക്ഷെ ഇന്ന് തന്നെ ആ വാദങ്ങൾ പൂർത്തിയാക്കി വിധി പ്രസ്താവിക്കും. അതല്ലെങ്കിൽ മറ്റു കേസുകളിലൊക്കെ പോലെ നമ്മൾ കാണുന്നത് പോലെ 2 ദിവസത്തിന് ശേഷമായിരിക്കും ഇയാൾക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കുക. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണോ? കുറ്റക്കാരനാണെങ്കിൽ ഏതൊക്കെ വകുപ്പുകൾ
പ്രകാരമുള്ള ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട്. അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ ഒരു പക്ഷേ ഇന്ന് കുറ്റക്കാരനാണോ അല്ലയോ എന്ന കണ്ടെത്തലിലേക്കായിരിക്കാം കോടതി പോകുന്നത്. കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയാൽ പിന്നീട് ഏതൊക്കെ വകുപ്പുകൾ നിലനിൽക്കും അത് സംബന്ധിച്ച ശിക്ഷാവിധി പിന്നീടുണ്ടാകാം. ഒരു പക്ഷേ ഇന്ന് തന്നെ വിധി പ്രസ്താവവും ഉണ്ടായേക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.